നാടെങ്ങും പുതുവത്സര ആഘോഷങ്ങളിലാണ്. നമ്മളോടൊപ്പം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായകൻ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകരിൽ ഒരാൾ ജോബ് കുര്യനാണുള്ളത്. ഹായ് ജോബ്. 2026 നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, 2026 ഇങ്ങനെ ഒരു മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ജോബ് കരുതുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉറപ്പായിട്ടും ഇന്നലെയും കൂടെ ഇങ്ങനെ റെസൊല്യൂഷനൊക്കെ എപ്പോഴും എടുക്കുമെങ്കിലും ഒന്നും നടക്കാറില്ലേ. അപ്പോൾ ഇത്തവണ ഞാൻ വെച്ച് റെസൊല്യൂഷൻ എന്തെങ്കിലുമൊക്കെ നടത്തണം. എന്നുവെച്ചാൽ ഓഫ് കോഴ്സ് നമ്മൾ ബീങ് പെർഫോമേഴ്സ്, നമ്മൾ സ്റ്റേജിൽ കയറുമ്പോഴുള്ള കോൺഫിഡൻസും ഒക്കെ നമ്മളുടെ ഒരു ഫിറ്റ്നസ്സും ഒക്കെ ബാധിക്കും. ഒന്നാമത് ഏജ് പിക്ക് ചെയ്ത് വരുമ്പോഴേ എല്ലാം ഒരുമിച്ച് വരുന്നതാണല്ലോ ഒരു കോൺസെർട്ട്. അപ്പോൾ ഇത്തവണ കാര്യമായിട്ട് ഒന്ന് ഡയറ്റൊക്കെ പിടിക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി നടക്കട്ടെ. മധുരമാണ് ഏറ്റവും വലിയ വീക്ക്നെസ്. അത് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാടാണ്. പിടിക്കണം. ഇപ്പോൾ ജോബിൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഷുഗർ കട്ടാണ്. എത്ര പേര് എത്ര ദിവസമാണെന്ന് അറിയില്ല, പക്ഷെ ഇത്തവണ എനിക്ക് തോന്നുന്നു ഇത്തവണ നടത്തണം എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഭയങ്കര പാടാണ് കേട്ടോ. ഞാൻ ന്യൂ ഇയറിന് മുൻപ് തന്നെ ഒരാഴ്ച ചെയ്തു നോക്കി, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എടുക്കും, ഒരു മാസമൊക്കെ എടുക്കും, പിന്നെ പിടിവിടും. ഇപ്പോൾ പക്ഷെ ഇത്തവണ കുറച്ച് കാര്യമായിട്ട് പിടിക്കണം എന്ന് ഫീൽ. പിന്നിൽ താങ്കളുടെ സഹധർമ്മിണി ആതിരയാണ്. ഇല്ല, സ്വന്തമായിട്ട് തോന്നുമല്ലോ, നമുക്ക് തന്നെ തോന്നണം, അല്ലാതെ ആര് പറഞ്ഞിട്ട് ഇത് കാര്യമില്ലല്ലോ. പിന്നെ ഓഫ് കോഴ്സ് കുറച്ചും കൂടെ എൻ്റെ വലിയൊരു ഡ്രീം പ്രോജക്റ്റ് ജോബ് കുര്യൻസ് 10 എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട് 2026. എന്താണത്? അത് എൻ്റെ ഒരു 10 പാട്ട്, ഒറിജിനൽ 10 ട്രാക്സ്, 10 എന്നുള്ളതാണ് പേര്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് ഫെബ്രുവരി ഏപ്രിൽ മെയ്യിലൊക്കെ റിലീസ് പ്രേക്ഷകർക്ക് കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ പ്രോജക്റ്റൊക്കെ ഐശ്വര്യ ഇടുന്ന ഫുൾ എന്താ പറയുക, റെസൊല്യൂഷനോടുകൂടി തന്നെ അതിനു വേണ്ടിയുള്ളൊരു അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ എഫേർട്ട് ഇടും നാച്ചുറലി. അപ്പോൾ ഐ എം ട്രൈങ് ടു ക്ലബ് ബോത്ത് ഓഫ് ദിസ്, ജോബ് കുര്യൻസ് 10ഉം ഷുഗർ കട്ടും. ഇപ്പം ജോബിൻ്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ പദയാത്ര, ഭാവം, അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ അതിലെ ഒരു 10 ലിസ്റ്റിൽ പെടുന്ന പാട്ടുകളാവട്ടെ 10 എണ്ണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യമൊക്കെ അറിയാം, ജോബ് അങ്ങനെ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ പാട്ടൊന്നും പാടില്ല. ഇപ്പോൾ വല്ല 2 വരി പാടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നല്ലൊരു ഷോ കഴിഞ്ഞല്ലോ, എന്താണ് പാടേണ്ടത്? ന്യൂ ഇയർ ആണ്, അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു 2 വരി, ഏതെങ്കിലും ഒരു 2 വരി നമുക്ക് പാടാം. എന്നിലെ ചുടുതാളമായൊരു യാത്രയായി, പദയാത്രയായി, ഗതകാലമേ കുളിരോർമയായി, ഒരു യാത്രയായി, പദയാത്രയായി. അപ്പോൾ ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, കുട്ടികൾക്കൊപ്പമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു അനുഭവം? ഒരു രക്ഷയില്ല, വൈബ്രൻ്റ് ഓഡിയൻസ് ആണ്. ഇപ്പോഴും യങ്സ്റ്റേഴ്സിൻ്റെ ഷോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുപ്പമായും തോന്നും, അവരങ്ങനെ ആക്കും. ജോബിന്റെ ഇഷ്ടമുള്ള ഒരു 2 വരി ഞാൻ പാടട്ടെ, അതിന്റെ ബാക്കി ഫോളോ ചെയ്യുന്ന വിചാരിക്കുന്നു. മാണിക്കച്ചീറകുള്ള മാറത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി, കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി, ആകാശപ്പുഴയിൽ കൊതിച്ചു പോയി. കണ്ടു മലനിര, ഓഹോ കണ്ടു താഴ്വര, മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും തന്തിനെത്താനേ താനാനേ, തന്തിനെത്താനിന്നാനിന്നാനേ. ആളുകൾ എനിക്ക് എന്തിനീ ജോബിൻ്റെ കൂടെ ഞാൻ പാടുന്നത്. എന്തായാലും ഒരു ഗംഭീരമായി. നിങ്ങൾ തുടങ്ങിയപ്പോൾ പിച്ച് കൂടിപ്പോയി, ഇനിയിപ്പോൾ അതിൽ പിടിച്ചല്ലേ പറ്റുള്ളൂ. ജോബ് ഒരു നല്ല ഗായകൻ എന്നുള്ളതിനപ്പുറത്ത് ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് വേണ്ടിയിട്ട് നിലയുറപ്പിക്കുന്ന ഒരാൾ കൂടിയാണ്. ആ തരത്തിൽ കൂടിയുള്ള സ്നേഹം സംഗീത ആസ്വാദകർക്കെല്ലാം ജോബിനോടുണ്ട്. അപ്പോൾ 2026 താങ്കൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ആ 10 പാട്ടുകൾ, അതോടൊപ്പം തന്നെ ഒരുപാട് വേദികൾ കീഴടക്കാൻ പറ്റട്ടെ എന്നുകൂടി ആശംസിക്കുക. അതോടൊപ്പം തന്നെ പിന്നണി ഗാനത്തിലും സജീവമായി നിലകൊള്ളാൻ കഴിയട്ടെ. അപ്പോൾ ഇടയ്ക്കൊക്കെ പാട്ടുവഴിയുമായിട്ട് സഹകരിക്കുക. ആയിക്കോട്ടെ, ഉറപ്പായിട്ടും. നിങ്ങൾ നമ്മുടെ സ്ഥിരം ആളല്ലേ. ഒരുപാട് സന്തോഷം. ഹാപ്പി ന്യൂ ഇയർ. ഇപ്പം SKNനും നമ്മുടെ 24 പ്രേക്ഷകരും കാണുന്നുണ്ട്, അവരോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? സാർ നമസ്കാരം. ശ്രീകണ്ഠൻ സാറിൻ്റെ അടുത്ത് പ്രത്യേകം വിഷസ് അറിയിക്കുന്നു. മകൻ ശ്രീരാജ് എൻ്റെ സുഹൃത്താണ്. പിന്നെ എല്ലാവരിലും ഉപരി പ്രേക്ഷകനോട് പ്രത്യേകം നന്ദി. 2025 സൂപ്പറായിരുന്നു. നിങ്ങളൊക്കെയാണ് കാരണം. കുറേ നല്ല വേദികളിൽ പാടാനും ഒക്കെ പറ്റി. കണ്ണോട് കണ്ണായിടം എന്ന് പറഞ്ഞ പാട്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. വാസ് എ വണ്ടർഫുൾ ഇയർ. 26 എൻ്റെ ഈ 10 പാട്ടുകളുടെ ഇത് ഞാൻ മാക്സിമം ശ്രമിക്കുകയാണ്. നിങ്ങൾ കേൾക്കുക. 2026 നിങ്ങൾക്കെല്ലാം എന്താ പറയുക, അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. കൂട്ടത്തിൽ
ഞാനും അടിപൊളി, നമ്മുടെ പാട്ടുകൾ നന്നായിട്ട് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. എല്ലാവർക്കും നന്നായിട്ട് ഈ എന്താ പറയണ്ടേ, ഹെയ്റ്റഡൊന്നും ഇല്ലാത്ത സ്നേഹത്തിൻ്റെ വർഷമായി തീരട്ടെ, വർഷങ്ങളാവട്ടെ മുന്നോട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സംശയമാണ്. ജോബ് ഇത്രയും നാളായിട്ട് ഈ മേഖലയിലുണ്ട്, ചാനലുകളൊക്കെ ആയിട്ട് സംസാരിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതുവരെ അങ്ങനെ ഒരു ബഹിരാകാശത്തേക്ക് പോയതായിട്ട് അനുഭവപ്പെട്ടില്ല? എന്തെങ്കിലും പറഞ്ഞ് കുടുങ്ങി പോവുക, എയറിലാവുക, വിവാദങ്ങളിൽ ചെന്നപ്പെടുക, അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? അയ്യോ, അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ് അതിന് വേണ്ടി പ്ലാനിങ് ഇല്ല. ഞാൻ ഒന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മളുടേതായ ആശയങ്ങളും എല്ലാവർക്കും അവരവരുടേതായ വിഷമങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ എന്നിരുന്നാലും ഒരാളെയും വ്യക്തിപരമായിട്ട് ഒരു പ്ലാറ്റ്ഫോമിലും അങ്ങനെ എടുത്തു പറഞ്ഞ് അധിക്ഷേപിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് സ്വപ്നത്തിൽ പോലും വരാതിരിക്കട്ടെ എന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ലെറ്റ് ഷെയർ ഗുഡ് മൊമെൻറ്റ്സ് ആൻഡ് സമാധാനവും സ്നേഹവും പങ്കിടാം എന്നുള്ളതാണ് എൻ്റെ എല്ലാ കോൺവെർസേഷൻ വരുമ്പോഴുള്ള എൻ്റെ ഒരു ആശയം. അങ്ങയിലേക്ക് അത് വരാറുണ്ടോ? അതായത് വിമർശിക്കപ്പെടുമ്പോഴൊക്കെ വിഷമം തോന്നാറുണ്ടോ? ഉറപ്പായിട്ടും, നമ്മൾ മനുഷ്യരല്ലേ, ചില വിഷമങ്ങൾ വരും, ചില കമൻസ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുക കുഴപ്പമില്ല, അത് അവരുടെ കാഴ്ചപ്പാടല്ലേ. വിഷമം തോന്നും, ഭയങ്കര ഇമോഷണൽ ആണല്ലോ ബീങ് ആർട്ടിസ്റ്റ്, നമ്മളെല്ലാവരും വളരെ ലോല ഹൃദയന്മാരൊക്കെയാണ്. പക്ഷെ നമ്മളത് റെസ്പോണ്ട് ചെയ്യുന്നത് സ്നേഹത്തോടെ റെസ്പോണ്ട് ചെയ്യാമല്ലോ. നമുക്ക് ഇപ്പം വൈൽഡായിട്ട് റെസ്പോണ്ട് ചെയ്യാതെയും, ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, ഓഡിയൻസിൻ്റെ നമ്മൾ ചില കോൺസേർട്സിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസം അവരുടെ രീതിയിൽ ചില കാര്യങ്ങൾ ഒരു എടാ അത് ചെയ്യടാ പാടറാ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. അപ്പോൾ ഞാനത് വളരെ സ്നേഹത്തോടെ ഞാൻ പറയാം, അനിയ അല്ലെങ്കിൽ സഹോദര ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നും, അങ്ങനെ വിളിച്ചാൽ അങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതി വളരെ പൊളൈറ്റായിട്ട് ഞാൻ എൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്താറുണ്ട്. പക്ഷേ എല്ലാത്തിനും ആ ഒരു മൈൽഡർ അപ്രോച്ച് ചിലപ്പം നല്ലതായിരിക്കും. നമുക്ക് സമാധാനം വേണ്ടേ, ദേഷ്യപ്പെടാതെ മനുഷ്യന്മാർക്ക് അതാണല്ലോ വേണ്ടല്ലേ, സമാധാനം. അപ്പോൾ സമാധാനത്തോട് കൂടിയിട്ടുള്ള ഒരു വർഷമാകട്ടെ ജോബിന്, പ്രേക്ഷകർക്ക്, ഇത് കാണുന്ന എല്ലാവർക്കും. അപ്പോൾ വളരെ നന്ദി ജോബ്, ഇത്രയധികം സമയം സഹകരിച്ചതിന്. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.